പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി നടത്തുന്ന ഐതിഹാസികമായ തീരസംരക്ഷണ ബൈക്ക് റാലിയാണ് നമ്മളിവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെട്ടത്. ഇന്ന് ഇടയഞ്ചിറയിൽ നിന്ന് ആരംഭിച്ച ഈ ബൈക്ക് റാലി വൈകിട്ട് 5:30 പൂതൂർ ബസ് സ്റ്റാൻഡിൽ സമാപിക്കുകയാണ്. ക്രിസ്ത്യൻ ചർച്ചിലെ അച്ഛനെയും സ്വാഗതം ചെയ്യുകയാണ്. സൈനുദ്ദീൻ ഖുറേഷി ആളെത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഉമ്മർക്ക കാട്ടിൽ, അതുപോലെ അബ്ദുൽ അസീസ്, അബൂബക്കർ സിദ്ദീഖ്, എല്ലാവരെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് സുനിൽകുമാറിനെ വിളിക്കുന്നു. തീരദേശ സംരക്ഷണ സമിതിയുടെ ഒരു ബൈക്ക് റാലിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഒരുപാട് സമരമുറകൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തുടർന്നുള്ള ശക്തമായ ഒരു ബൈക്ക് റാലിയാണ് ഇവിടെ സംജാതമാകുന്നത്. ഈ ബൈക്ക് റാലിയുടെ ഗൗരവമായ ഒരു തുടർച്ച ഇനിയുമുണ്ടാകും. ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ബഹുമാന്യനായ ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ അവരുകളെ, മറ്റു സഹോദരങ്ങളെ, നാം ഇവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. നമ്മൾ സത്യത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലാണ്. നമ്മളറിയാതെ ഒരു ചതിക്കുഴിയിൽ നമ്മൾ പെട്ടിരിക്കുകയാണ്. ഒരു വിശദമായ വിശദീകരണം ആവശ്യമില്ല എങ്കിൽ കൂടി പറ്റുന്ന ഒരു 2-3 ഹിൻറ്റ് മാത്രം ഇങ്ങനെ ഇട്ടുകൊണ്ട് പോവാണ്. അത് കൂടുതൽ പ്രസംഗത്തിൻ്റെ അവസരമല്ലത്. 234 ഏക്കർ നമ്മളെ പുറകിൽ കാണുന്ന ഈ മനോഹരമായ ഈ പുഴ മാറ്റി ഒരു റിസർവ് വനമാക്കാനുള്ള പ്രഖ്യാപനമാണ്, കരട് വിജ്ഞാപനമാണ് നടന്നിട്ടുള്ളത്. ഇതിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം അതിൽ പ്രസക്തിയുണ്ട്, അതിലെന്താണ് വരാൻ പോകുന്നതെന്ന് ഇപ്പോഴും പല വിശദീകരണങ്ങളും ഗവൺമെൻറ് ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇത് ടൂറിസം പദ്ധതിയാണ്. ഈ പദ്ധതി ഇവിടെ നടപ്പിലായി കഴിഞ്ഞാൽ ഇവിടെ ടൂറിസം രംഗത്ത് ഒരുപാട് സാധ്യതകളുണ്ടാവും. ഹോം സ്റ്റേ വരും, ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും. ഇങ്ങനെ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയ പ്രദേശങ്ങളുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറാതെ 2 വർഷം തുടർച്ചയായി ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പറയുകയാണ്, സാമ്പത്തിക ലാഭം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. അതല്ലാതെ ഒരു വികസനമല്ല ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ ചില കാട്ടാളന്മാരുടെ കയ്യിൽ വരുന്ന സാമ്പത്തിക ലാഭം മാത്രമാണ് ലക്ഷ്യം എന്ന് വെച്ച് ഉറച്ച് ഈ തീരദേശ സംരക്ഷണ സമിതി ഇവിടെ പറയുകയാണ്. സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു പ്രശ്നം വളരെ നിസ്സാരമായിട്ടൊരു പ്രശ്നമല്ല എന്ന് നമ്മളൊക്കെ കുറച്ച് വായിച്ചും കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു സമരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിരന്തരമായ പരിശ്രമം ഉണ്ടാകണമെന്നും അതിനെല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്നും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ പ്രതിഷേധം ബൈക്ക് റാലി ആരംഭിക്കുകയാണ്. ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. ക്രിസ്ത്യൻ പെരുമാട്ടിലച്ചൻ, തീരദേശവാസികളുടെ പ്രതിഷേധം. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നമ്മളുടെ ഈ ബാനറിന്റെ പിന്നിലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നമ്മളുടെ പ്രതിഷേധം ഇവിടെ ആരംഭിക്കുകയാണ്. ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. ക്രിസ്ത്യൻ പെരുമാട്ടിൽ തീരദേശ സംരക്ഷണ സമിതിയുടെ മരിച്ച പുഴയുടെ ഖബറിനരികിൽ തരിച്ചിരിക്കുന്നു നാം. നിറഞ്ഞ പുഴയുടെ പഴയൊരു ചിത്രം തുറന്നു നോക്കുകയോ നാം. ചേറ്റുവ പെരിങ്ങാട് പുഴകൾ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുവാൻ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. പറഞ്ഞു പറഞ്ഞു കഥയായി മാറും ജീവിതമാണീ പുഴകൾ. പറഞ്ഞിരിക്കാതിനിയും നമ്മൾ സമരപഥത്തിലിറങ്ങൂ. നാം പിറന്ന നാടിനെ കാടാക്കി മാറ്റിക്കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കാടിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട്
പെരിങ്ങാടുപുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീരദേശ സംരക്ഷണ ബൈക്ക് റാലിയാണ്. തീരദേശവാസികളുടെ പ്രതിഷേധമാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നുവരുന്നത്. അണിചേരൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. വിത്തുകൾ പാകി കാടു വളർത്തിയാൽ മിത്തുകളാകും തീരം. പൂർവികർ വാരിയ മുത്തുകളൊക്കെയും ചതുപ്പു തിന്നും പോകും. പെരിങ്ങാട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. നട്ടു നനച്ചു വളർത്തിയ പൈതൃകം ചെത്തി മിനുക്കുക വേണ്ടു. ചിന്തേരിട്ടു മിനുക്കിയ ചാരുത ചിതലിനു വളമാക്കി. നാം പിറന്ന നാടിനെ കാടാക്കി മാറ്റിക്കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കാടിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരിങ്ങാടുപുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീരദേശ സംരക്ഷണ ബൈക്ക് റാലിയാണ്. തീരദേശവാസികളുടെ പ്രതിഷേധമാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നുവരുന്നത്. അണിചേരൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. മരിച്ച പുഴയുടെ ഖബറിനരികിൽ തരിച്ചിരിക്കുന്നു നാം. നിറഞ്ഞ പുഴയുടെ പഴയൊരു ചിത്രം തുറന്നു നോക്കുകയോ നാം. ചേറ്റുവ പെരിങ്ങാട് പുഴകൾ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുവാൻ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. മരിച്ച പുഴയുടെ ഖബറിനരികിൽ തരിച്ചിരിക്കുന്നു നാം. നിറഞ്ഞ പുഴയുടെ പഴയൊരു ചിത്രം തുറന്നു നോക്കുകയോ നാം. ചേറ്റുവ പെരിങ്ങാട് പുഴകൾ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുവാൻ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. പറഞ്ഞു പറഞ്ഞു കഥയായി മാറും ജീവിതമാണീ പുഴകൾ. പറഞ്ഞിരിക്കാതിനിയും നമ്മൾ സമരപഥത്തിലിറങ്ങൂ. നാം പിറന്ന നാടിനെ കാടാക്കി മാറ്റിക്കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കാടിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരിങ്ങാടുപുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീരദേശ സംരക്ഷണ ബൈക്ക് റാലിയാണ്. തീരദേശവാസികളുടെ പ്രതിഷേധമാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നുവരുന്നത്. അണിചേരൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. വിത്തുകൾ പാകി കാടു വളർത്തിയാൽ മിത്തുകളാകും തീരം. പൂർവികർ വാരിയ മുത്തുകളൊക്കെയും ചതുപ്പു തിന്നും പോകും. പെരിങ്ങാട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. നട്ടു നനച്ചു വളർത്തിയ പൈതൃകം ചെത്തി മിനുക്കുക വേണ്ടു. ചിന്തേരിട്ടു മിനുക്കിയ ചാരുത ചിതലിനു വളമാക്കി. നാം പിറന്ന നാടിനെ കാടാക്കി മാറ്റിക്കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കാടിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരിങ്ങാടുപുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീരദേശ സംരക്ഷണ ബൈക്ക് റാലിയാണ്. തീരദേശവാസികളുടെ പ്രതിഷേധമാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നുവരുന്നത്. അണിചേരൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. മരിച്ച പുഴയുടെ ഖബറിനരികിൽ തരിച്ചിരിക്കുന്നു നാം. നിറഞ്ഞ പുഴയുടെ പഴയൊരു ചിത്രം തുറന്നു നോക്കുകയോ നാം. ചേറ്റുവ പെരിങ്ങാട് പുഴകൾ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുവാൻ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. പറഞ്ഞു പറഞ്ഞു കഥയായി മാറും ജീവിതമാണീ പുഴകൾ. പറഞ്ഞിരിക്കാതിനിയും നമ്മൾ സമരപഥത്തിലിറങ്ങൂ.
മരിച്ച പുഴയുടെ ഖബറിനരികിൽ തരിച്ചിരിക്കുന്നു നാം. നിറഞ്ഞ പുഴയുടെ പഴയൊരു ചിത്രം തുറന്നു നോക്കുകയോ നാം. ചേറ്റുവ പെരിങ്ങാട് പുഴകൾ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുവാൻ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. പറഞ്ഞു പറഞ്ഞു കഥയായി മാറും ജീവിതമാണീ പുഴകൾ. പറഞ്ഞിരിക്കാതിനിയും നമ്മൾ സമരപഥത്തിലിറങ്ങൂ. നാം പിറന്ന നാടിനെ കാടാക്കി മാറ്റിക്കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കാടിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീരദേശ സംരക്ഷണ ബൈക്ക് റാലിയാണ്. തീരദേശവാസികളുടെ പ്രതിഷേധമാണ് ഈ വഴിത്താരയിലൂടെ ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. വിത്തുകൾ പാകി കാടു വളർത്തിയാൽ മിത്തുകളാകും തീരം. പൂർവികർ വാരിയ മുത്തുകളൊക്കെയും ചതുപ്പു തിന്നും പോകും. പെരിങ്ങാട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. നട്ടു നനച്ചു വളർത്തിയ പൈതൃകം ചെത്തി മിനുക്കുക വേണ്ടു. ചിന്തേരിട്ടു മിനുക്കിയ ചാരുത ചിതലിനു വളമാക്കി. നാം പിറന്ന നാടിനെ കാടാക്കി മാറ്റിക്കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കാടിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീരദേശ സംരക്ഷണ ബൈക്ക് റാലിയാണ്. തീരദേശവാസികളുടെ പ്രതിഷേധമാണ് ഈ വഴിത്താരയിലൂടെ ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. മരിച്ച പുഴയുടെ ഖബറിനരികിൽ തരിച്ചിരിക്കുന്നു നാം. നിറഞ്ഞ പുഴയുടെ പഴയൊരു ചിത്രം തുറന്നു നോക്കുകയോ നാം. ചേറ്റുവ പെരിങ്ങാട് പുഴകൾ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുവാൻ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. പറഞ്ഞു പറഞ്ഞു കഥയായി മാറും ജീവിതമാണീ പുഴകൾ. പറഞ്ഞിരിക്കാതിനിയും നമ്മൾ സമരപഥം. മരിച്ച പുഴയുടെ ഖബറിനരികിൽ തരിച്ചിരിക്കുന്നു നാം. നിറഞ്ഞ പുഴയുടെ പഴയൊരു ചിത്രം തുറന്നു നോക്കുകയോ നാം. ചേറ്റുവ പെരിങ്ങാട് പുഴകൾ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുവാൻ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. പറഞ്ഞു പറഞ്ഞു കഥയായി മാറും ജീവിതമാണീ പുഴകൾ. പറഞ്ഞിരിക്കാതിനിയും നമ്മൾ സമരപഥത്തിലിറങ്ങൂ. നാം പിറന്ന നാടിനെ കാടാക്കി മാറ്റിക്കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കാടിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീരദേശ സംരക്ഷണ ബൈക്ക് റാലിയാണ്. തീരദേശവാസികളുടെ പ്രതിഷേധമാണ് ഈ വഴിത്താരയിലൂടെ ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. വിത്തുകൾ പാകി കാടു വളർത്തിയാൽ മിത്തുകളാകും തീരം. പൂർവികർ വാരിയ മുത്തുകളൊക്കെയും ചതുപ്പു തിന്നും പോകും. പെരിങ്ങാട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. നട്ടു നനച്ചു വളർത്തിയ പൈതൃകം ചെത്തി മിനുക്കുക വേണ്ടു. ചിന്തേരിട്ടു മിനുക്കിയ ചാരുത ചിതലിനു വളമാക്കി. നാം പിറന്ന നാടിനെ കാടാക്കി മാറ്റിക്കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ
കാടിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരിങ്ങാടുപുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീരദേശ സംരക്ഷണ ബൈക്ക് റാലിയാണ്. തീരദേശവാസികളുടെ പ്രതിഷേധമാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നുവരുന്നത്. അണിചേരൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. മരിച്ച പുഴയുടെ ഖബറിനരികിൽ തരിച്ചിരിക്കുന്നു നാം. നിറഞ്ഞ പുഴയുടെ പഴയൊരു ചിത്രം തുറന്നു നോക്കുകയോ നാം. ചേറ്റുവ പെരിങ്ങാട് പുഴകൾ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുവാൻ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. പറഞ്ഞു പറഞ്ഞു കഥയായി മാറും ജീവിതമാണീ പുഴകൾ. പറഞ്ഞിരിക്കാതിനിയും നമ്മൾ സമരപഥത്തിലിറങ്ങൂ. മരിച്ച പുഴയുടെ ഖബറിനരികിൽ തരിച്ചിരിക്കുന്നു നാം. നിറഞ്ഞ പുഴയുടെ പഴയൊരു ചിത്രം തുറന്നു നോക്കുകയോ നാം. ചേറ്റുവ പെരിങ്ങാട് പുഴകൾ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുവാൻ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. പറഞ്ഞു പറഞ്ഞു കഥയായി മാറും ജീവിതമാണീ പുഴകൾ. പറഞ്ഞിരിക്കാതിനിയും നമ്മൾ സമരപഥത്തിലിറങ്ങൂ. നാം പിറന്ന നാടിനെ കാടാക്കി മാറ്റിക്കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കാടിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീരദേശ സംരക്ഷണ ബൈക്ക് റാലിയാണ്. തീരദേശവാസികളുടെ പ്രതിഷേധമാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നുവരുന്നത്. അണിചേരൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. വിത്തുകൾ പാകി കാടു വളർത്തിയാൽ മിത്തുകളാകും തീരം. പൂർവികർ വാരിയ മുത്തുകളൊക്കെയും ചതുപ്പു തിന്നും പോകും. പെരിങ്ങാട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. നട്ടു നനച്ചു വളർത്തിയ പൈതൃകം ചെത്തി മിനുക്കുക വേണ്ടു. ചിന്തേരിട്ടു മിനുക്കിയ ചാരുത ചിതലിനു വളമാക്കി. നാം പിറന്ന നാടിനെ കാടാക്കി മാറ്റിക്കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കാടിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീരദേശ സംരക്ഷണ ബൈക്ക് റാലിയാണ്. തീരദേശവാസികളുടെ പ്രതിഷേധമാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നുവരുന്നത്. അണിചേരൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. മരിച്ച പുഴയുടെ ഖബറിനരികിൽ തരിച്ചിരിക്കുന്നു നാം. നിറഞ്ഞ പുഴയുടെ പഴയൊരു ചിത്രം തുറന്നു നോക്കുകയോ നാം. ചേറ്റുവ പെരിങ്ങാട് പുഴകൾ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുവാൻ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. പറഞ്ഞു പറഞ്ഞു കഥയായി മാറും ജീവിതമാണീ പുഴകൾ. പറഞ്ഞിരിക്കാതിനിയും നമ്മൾ സമരപഥത്തിലിറങ്ങൂ. മരിച്ച പുഴയുടെ ഖബറിനരികിൽ തരിച്ചിരിക്കുന്നു നാം. നിറഞ്ഞ പുഴയുടെ പഴയൊരു ചിത്രം തുറന്നു നോക്കുകയോ നാം. ചേറ്റുവ പെരിങ്ങാട് പുഴകൾ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുവാൻ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക,
പ്രതികരിക്കുക. പറഞ്ഞു പറഞ്ഞു കഥയായി മാറും ജീവിതമാണീ പുഴകൾ. പറഞ്ഞിരിക്കാതിനിയും നമ്മൾ സമരപഥത്തിലിറങ്ങൂ. നാം പിറന്ന നാടിനെ കാടാക്കി മാറ്റിക്കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കാടിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരിങ്ങാടുപുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീരദേശ സംരക്ഷണ ബൈക്ക് റാലിയാണ്. തീരദേശവാസികളുടെ പ്രതിഷേധമാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. വിത്തുകൾ പാകി കാടു വളർത്തിയാൽ മിത്തുകളാകും തീരം. പൂർവികർ വാരിയ മുത്തുകളൊക്കെയും ചതുപ്പു തിന്നും പോകും. പെരിങ്ങാട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. നട്ടു നനച്ചു വളർത്തിയ പൈതൃകം ചെത്തി മിനുക്കുക വേണ്ടു. ചിന്തേരിട്ടു മിനുക്കിയ ചാരുത ചിതലിനു വളമാക്കി. നാം പിറന്ന നാടിനെ കാടാക്കി മാറ്റിക്കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കാടിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരിങ്ങാടുപുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീരദേശ സംരക്ഷണ ബൈക്ക് റാലിയാണ്. തീരദേശവാസികളുടെ പ്രതിഷേധമാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. മരിച്ച പുഴയുടെ ഖബറിനരികിൽ തരിച്ചിരിക്കുന്നു നാം. നിറഞ്ഞ പുഴയുടെ പഴയൊരു ചിത്രം തുറന്നു നോക്കുകയോ നാം. ചേറ്റുവ പെരിങ്ങാട് പുഴകൾ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുവാൻ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. പറഞ്ഞു പറഞ്ഞു കഥയായി മാറും ജീവിതമാണീ പുഴകൾ. പറഞ്ഞിരിക്കാതിനിയും നമ്മൾ സമരപഥത്തിലിറങ്ങൂ. മരിച്ച പുഴയുടെ ഖബറിനരികിൽ തരിച്ചിരിക്കുന്നു നാം. നിറഞ്ഞ പുഴയുടെ പഴയൊരു ചിത്രം തുറന്നു നോക്കുകയോ നാം. ചേറ്റുവ പെരിങ്ങാട് പുഴകൾ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കുവാൻ പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. പറഞ്ഞു പറഞ്ഞു കഥയായി മാറും ജീവിതമാണീ പുഴകൾ. പറഞ്ഞിരിക്കാതിനിയും നമ്മൾ സമരപഥത്തിലിറങ്ങൂ. നാം പിറന്ന നാടിനെ കാടാക്കി മാറ്റിക്കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ കാടിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഗൂഢനീക്കങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരിങ്ങാടുപുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീരദേശ സംരക്ഷണ ബൈക്ക് റാലിയാണ്. തീരദേശവാസികളുടെ പ്രതിഷേധമാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരൂ, പ്രതികരിക്കൂ, പ്രതിഷേധിക്കൂ. വിത്തുകൾ പാകി കാടു വളർത്തിയാൽ മിത്തുകളാകും തീരം. പൂർവികർ വാരിയ മുത്തുകളൊക്കെയും ചതുപ്പു തിന്നും പോകും. പെരിങ്ങാട് പുഴയെ പുഴയായി തന്നെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബൈക്ക് റാലിയാണ് ഈ വഴിത്താരയിലൂടെ, ഈ ഗ്രാമവീഥിയിലൂടെ കടന്നു വരുന്നത്. അണിചേരുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. നട്ടു നനച്ചു വളർത്തിയ പൈതൃകം ചെത്തി മിനുക്കുക വേണ്ടു. ചിന്തേരിട്ടു മിനുക്കിയ ചാരുത ചിതലിനു വളമാക്കി. നാം പിറന്ന നാടിനെ എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ 2 വർഷങ്ങളിലൂടെ നടന്ന തീരദേശ സംരക്ഷണ സമിതിയുടെ സമരങ്ങളിലൂടെ കണ്ടു മനസ്സിലാക്കിയവരാണ് നാം എല്ലാവരും. ഇന്ന് ആ പെരിങ്ങാട് പുഴയിലെ അവസ്ഥ എന്താണ്? പെരിങ്ങാട് പുഴയും അതിനോട് ചേർന്ന് കൊടുക്കുന്ന 234 ഏക്കറും ആ പെരിങ്ങാട് പുഴ മണ്ണും ചളിയും കടന്നുകൊണ്ട് ആ പെരിങ്ങാട് പുഴയിലെ മണ്ണ് ചളിയും ഒന്നും വാരാതെ പെരിങ്ങാട് പുഴ നശിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ ഒരു കാരണവശാലും സമരമുഖത്ത് നിന്ന് പിന്മാറാൻ പാടില്ല. നമ്മൾ സമരമുഖത്ത് നിന്ന് പിന്മാറിയാൽ ഇപ്പോൾ ഇന്ന് കണ്ട പോലെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യമാണെങ്കിൽ ഇന്ന് അവിടെ കണ്ടത് കണ്ടൽ ചെടി വെക്കുന്നത് ഏത് രൂപത്തിലാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അതിൻ്റെ ഒരു കാര്യം പരസ്യമായിട്ട് പറയേണ്ട, കാരണം കഞ്ചാവ് ചെടി വെക്കുന്നത് പോലെ തന്നെ വേണമെങ്കിൽ പറയാം. കഞ്ചാവിൻ്റെ കൃഷി മാത്രമാണ് വളരെ രഹസ്യമായിട്ട് ചെയ്യുക. ആ രൂപത്തിലാണ് ഇന്ന് കണ്ടൽ ചെടികൾ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അധ്യക്ഷൻ അബൂക്കാട്ടിൽ സാഹിബ് നിങ്ങളുമായി പങ്കുവച്ചതും ഇത്ര രഹസ്യമായി നിർവഹിക്കുവാൻ അത്ഭുതപ്പെടുന്ന രൂപത്തിലാണ്. അദ്ദേഹം അതിന് ഉപമിച്ച വാക്കിന് അവാർഡ് കൊടുക്കണം. ഏതെങ്കിലും ഒരാൾ നട്ടുനനച്ചുണ്ടാക്കുന്നു എങ്കിൽ അത് കണ്ടുപിടിക്കപ്പെട്ടാൽ കുറ്റകൃത്യമാകുന്ന രൂപത്തിലുള്ളൊരു ചെടിയാണ് കഞ്ചാവ്. കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിന് എതിരല്ല ഈ സംരക്ഷണ സമിതി. വികസനങ്ങൾക്ക് എതിരല്ല ഈ നാട്ടിലുള്ള ഒരാളും. വികസനം വന്നാൽ അതുകൊണ്ട് ഗുണം അനുഭവിക്കേണ്ടവർ തന്നെയാണ്. പക്ഷെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ഒരാവേശത്തിന് കിണറിൽ ചാടിയാൽ 10 ആവേശത്തിന് തിരിച്ചു കയറാൻ പറ്റില്ല എന്ന് തദ്ദേശീയനായ നമ്മുടെ MLAക്ക് നല്ല ബോധ്യമുണ്ട്. ഈ അവസരം ഉപയോഗിക്കുവാൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ മുഴുവൻ പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ തീരദേശ സംരക്ഷണ സമിതിയുടെ ബൈക്ക് റാലി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ജയ് ഹിന്ദ്, നമസ്കാരം. അനവധി ഡാമുകളിലെ വെള്ളങ്ങളും എല്ലാം ഒഴുകിപ്പോകുന്ന ഈ പെരിങ്ങാട് പുഴയെ കണ്ടൽ വെച്ച് അതൊരു റിസർവ് ഫോറസ്റ്റ് ആക്കി, കുറച്ച് ഏരിയല്ല എല്ലാ മേഖലകളിലും കണ്ടൽ വെച്ചുകൊണ്ട് 234 ഏക്കറയാണ് റിസർവ്ഡ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവര് പറയുന്ന എല്ലാ രേഖകളിലും വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് കണ്ടൽ വെച്ച് പിടിപ്പിക്കാനും സംരക്ഷിച്ച് നിലനിർത്താനുമാണ് പോകുന്നതെന്നാണ്. ഈ പരിപാടി കേൾക്കുന്ന ഏതെങ്കിലും സഖാക്കളുണ്ടെങ്കിൽ MLA ഒന്ന് നല്ലോണം ധരിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളെല്ലാം അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ MLA തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് സന്തോഷപൂർവ്വം അവരോട് ഉപദേശിക്കണം. ഞങ്ങളൊക്കെ ചെന്നപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ഫോട്ടോ എടുക്കാൻ ഞങ്ങളോട് താല്പര്യപ്പെട്ടില്ല. ഞങ്ങളൊരു നിവേദനം കൊടുക്കുന്നത് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ താല്പര്യപ്പെട്ടില്ല. രാമനിലയത്തിലിരുന്ന് ഇത് ഒപ്പിട്ട് കൊടുക്കുന്ന MLA ഞങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾ കൊടുത്ത നിവേദനം പഠിച്ച് മറുപടി പറയാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പ്രകൃതി ഏൽപ്പിക്കുന്ന ദുരന്തങ്ങളും അതുപോലെ തന്നെ മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെട്ട ദുരന്തങ്ങളും ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് നിയമങ്ങൾ കരിനിയമങ്ങളായി തീരുമ്പോൾ ഇവിടെ സംഘടിച്ചുകൊണ്ട് ശക്തരായിക്കൊണ്ട് ഇത്തരം ഭരണാധികാരികളുടെയും തെറ്റായ നയങ്ങൾക്കെതിരെ അണിചേർന്നുകൊണ്ട് സമരമുഖത്തേക്ക് എടുത്തു ചാടുന്ന ഒരു പ്രവണത തന്നെയാണ് നമ്മുടെ ഈ തീരദേശ സംരക്ഷണ സമിതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധ ജ്വാലയുടെയും ഉദ്ദേശം. കണ്ടൽക്കാടിനെ ഇവിടുന്ന് കണ്ടൽക്കാട് ഫോറസ്റ്റിലേക്ക് എടുക്കുന്ന വിഷയത്തിൽ നിന്ന് ഫോറസ്റ്റിനെ പിന്തിരിപ്പിക്കുക എന്നതാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. എല്ലാവർക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി പറയുകയാണ്.